അങ്ങനെ ഞാൻ അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ പ്രാർത്ഥന രൂപക്കൂടിന് മുൻപിൽ മുട്ടുകുത്തി എൻ്റെ മൊബൈൽ ഓൺ ചെയ്ത് ഈ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന കരഞ്ഞുകൊണ്ട് ചെല്ലുക. അങ്ങനെ അന്ന് പ്രാർത്ഥന തീരുന്നവരെ മുട്ടിൽ നിന്ന് ആദ്യമായി ഞാൻ കുടുംബ പ്രാർത്ഥന ചെല്ലി. പ്രാർത്ഥന ചെല്ലാറുണ്ട്, പള്ളിയിലൊക്കെ പോകുന്ന കാര്യം ശീലമൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് പ്രാർത്ഥന തീരുന്നവരെ മുട്ടിൽ നിന്ന് ഞാൻ അന്ന് ചെല്ലിയത്. അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോ എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തിൽ നിന്ന് മുട്ടിൽ നിന്നുകൊണ്ട് തീരുന്നവരെ പ്രാർത്ഥന എത്തിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഞാൻ തമ്പുരാന് നന്ദി പറയുന്നു. ആ പ്രാർത്ഥന ചൊല്ലി രണ്ടാമത്തെ ദിവസം, ഉടമ്പടിക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പ്രാർത്ഥന ചൊല്ലി രണ്ടാമത്തെ ദിവസം ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച ഒരു ദിവസത്തെ പണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. അപ്പൊ ഞാനിവരോട് പറഞ്ഞാ, പരിശുദ്ധ അമ്മയാണ് നിനക്ക് ആ പണി തന്നത്, നീ ധൈര്യമായിട്ട് പൊക്കോ, നിനക്ക് പണി കിട്ടും എന്ന് പറഞ്ഞു. വീണ്ടും ആ ഒരു ദിവസത്തെ പണി കഴിഞ്ഞു. ഒരാൾക്ക് പകരമായിരുന്നു ആ പണി എൻ്റെ മകന് കൊടുത്തത്. പക്ഷെ പിറ്റേ ദിവസം പണിക്ക് വിളിച്ച് ചെല്ലുമ്പോൾ ആ പയ്യൻ ആ സ്ഥാനത്ത് പണിക്കുണ്ട്. അപ്പോൾ വീണ്ടും ഇവനോട് അവർ പറഞ്ഞു, ക്ഷമിക്കണം, വിളിച്ചതിൽ ക്ഷമ പറഞ്ഞു. ഇവരെ പറഞ്ഞു. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പണി പോയി, ഒരു ദിവസത്തെ പണിയാണെന്ന് പറഞ്ഞവർ വിളിച്ചത്, അതും കിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു വിശ്വാസം കൈവിടാതെ ഇങ്ങനെ പറയുകയാണ്, നിനക്ക് പരിശുദ്ധ അമ്മയാണ് ആ പണി തന്നതെങ്കിൽ നിന്നെ നാളെ വിളിക്കും, അവർ വിളിക്കും. അതുപോലെ തന്നെ പിറ്റേ ദിവസം മുതൽ ആ ഒരു ദിവസത്തെ ഒഴിവൊഴിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മകന് ഒരു തൊഴിൽ അന്വേഷിച്ച് പോയിട്ട് വന്നില്ല. 5 വർഷത്തെ വിസ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോ അവന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ലീവിന് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ 2023 ഡിസംബർ മാസം 16-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി വയ്ക്കുന്നത്. ഉടമ്പടി വെച്ചതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ മകൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ലിഗമെൻറ്റിന് കംപ്ലൈൻറ്റ് വന്ന് ലിഗമെൻ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ തൈറോയിഡ് ഉണ്ടെന്ന് അറിയുകയാണ്. അങ്ങനെ തൈറോയിഡിന് ഒരു 3 മാസം മരുന്ന് കൊടുത്തു. അതിനുശേഷം ഒരു 6 മാസം മരുന്ന് കൊടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനിവൻ്റെ തൊണ്ടയിൽ പരിശുദ്ധ അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും എന്നും ഇവന് വേണ്ടി ഈ തൈറോയ്ഡ് മാറ്റി തരണേ അമ്മയെന്ന് മാധ്യസ്ഥ യാചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പൂർണ്ണമായി ആ തൈറോയ്ഡ് എന്ന അസുഖം ഇവന് മാറ്റിക്കൊടുക്കുകയും ഇന്ന് ഒരു മരുന്ന് പോലും കഴിക്കാത്ത അവസാനത്തിലേക്ക് ഈശോ അവന് മാറ്റുകയും ചെയ്തു. UK-യിലായിരിക്കുന്ന സമയത്ത് ഈ ജോലിയില്ലാതെല്ലാം കഷ്ടപ്പെടുന്ന സമയത്ത് എന്നോട് പിള്ള വിളിച്ചിട്ട് പറയും, അമ്മച്ചിയോടാണ് കൂടുതൽ പറയാം, എനിക്ക് നീർന്ന് നിൽക്കാൻ പറ്റില്ല, എൻ്റെ വയറ് ഭയങ്കര വേദനയാണ്. അപ്പോൾ അവിടെ ഡോക്ടറെ കാണാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന വേദനയുടെ ഗുളിക മാത്രം കഴിക്കും. പക്ഷെ എന്നാലും കുറവില്ല, നീർന്ന് നിൽക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. ഞാൻ ഈ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ദൈവം എല്ലാം പോയി, എല്ലാം കൈവിട്ടു. കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല, സാമ്പത്തികമായ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഓടുന്ന സമയം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വർഷക്കാലമായിട്ട് ഇന്ന് വരെ അവനെ വയറുവേദന ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ മാറി കിട്ടി. അതിന് ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ആ സമയത്തൊക്കെ ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്ന സമയം. പക്ഷെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ ഈശോ ഒത്തിരിയേറെ സാമ്പത്തിക